In this part, we'll see what are futures. കഴിഞ്ഞ പാർട്ടിൽ we have already seen what are forwards. ഫോർവേഡ്സ് പോലെ തന്നെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് എന്ത് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിനെ നമുക്ക് ബേസിക്കലി നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. അപ്പോൾ ഫോർവേഡ്സ് എന്താ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ കണ്ടു. ഈ പാർട്ടിൽ വിൽ സി വാട്ട് ആർ ഫ്യൂച്ചേഴ്സ്. ഫോർവേഡ്സ് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഫ്യൂച്ചർ. പക്ഷെ അതിന്റെ മെയിൻ ഡിഫറൻസ് വരുന്നത് ഫ്യൂച്ചേഴ്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഫോർവേഡ്സ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഫോർവേഡ്സ് ആർ നോൺ സ്റ്റാൻഡേർഡൈസ്ഡ്. they are not standardized. They are non-standardized agreements. ഇത് മെയിൻ ഡിഫറൻസ് എന്താണ്? ദീസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് എഗ്രിമെന്റ്സ്. ബാക്കി എല്ലാവരും സെയിം ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് എഗ്രിമെന്റ് ആയതുകൊണ്ട് തന്നെ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. So these are standardized agreements between two parties, buyer and seller, or buyer or seller, to sell or buy specified quantity of an asset at specified price at a specified date in future. നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഫ്യൂച്ചേഴ്സ് ഈ വരുന്ന ഓഗസ്റ്റ് 30 ഇത്ര സമയത്തിന് പർച്ചേസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചേഴ്സ്. ദീസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ അത് എവിടെയാണ് നടക്കുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നടക്കുന്നത്. അവിടെ ക്ലിയറിംഗ് ഹൗസും മാർക്കറ്റ് ടു മാർക്കറ്റും ഉണ്ട്. ക്ലിയറിംഗ് ഹൗസ്, മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെർമിനോളജീസ് ആണ്. അതായത് അവിടെ ഡെയിലി സെറ്റിൽമെന്റ് നടക്കും. അതെന്താന്ന് അടുത്ത സ്ലൈഡ്സിൽ പറയാം. ആൻഡ് ഇവിടെ അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. അണ്ടർലൈങ് അസറ്റ് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് അണ്ടർലൈങ് അസറ്റ്. ഇവിടെ മാർജിൻ ഉണ്ട്. മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു കമ്മീഷൻ. നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെന്റിന്റെ സമയത്ത് ഒരു ചെറിയ എമൗണ്ട് ഇനീഷ്യൽ ആയിട്ട് കൊടുക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ചെറിയ എമൗണ്ട് ഇനീഷ്യൽ ആയിട്ട് കൊടുക്കണം. എന്തിനാണ് ഇനീഷ്യൽ ആയിട്ട് എമൗണ്ട് കൊടുക്കുന്നത്? അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അപ്പൊ കോൺട്രാക്റ്റിൽ നിന്നും ആൾക്കാർ ഒഴിഞ്ഞാലും നഷ്ടം സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഇനീഷ്യലി ഒരു ചെറിയ എമൗണ്ട്. അപ്പൊ നമുക്ക് ഫോർവേഡ്സിൽ നോക്കിയാൽ അറിയാം, അവിടെ ഇനീഷ്യലി എമൗണ്ട് ഒന്നുമില്ല. ഇവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനീഷ്യലി ചെറിയ എമൗണ്ട് ഉണ്ട്. ആൻഡ് ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയതുകൊണ്ട് ദീസ് ആർ നോൺ കസ്റ്റമൈസ്ഡ് ഇൻ നേച്ചർ. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് മാറ്റി വരുത്താനൊന്നും പറ്റില്ല. കാര്യം എന്താണ്? ഇത് ഒരുപാട് പേര് അടങ്ങിയിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് നോൺ കസ്റ്റമൈസ്ഡ് ഇൻ നേച്ചർ. ആൻഡ് നമുക്ക് ഫ്യൂച്ചേഴ്സ് പഠിക്കുമ്പോൾ ഫ്യൂച്ചർ റിലേറ്റഡ് കുറച്ച് ടെർമിനോളജീസ് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് ടെർമിനോളജീസ് ലോട്ട് സൈസ് ഓർ കോൺട്രാക്ട് സൈസ്. ഞാൻ കഴിഞ്ഞൊരു പാർട്ടിൽ പറഞ്ഞു, നമുക്ക് ഷെയറിന്റെ കേസിൽ ഒരു ഷെയറോ 2 ഷെയറോ 3 ഷെയറോ വാങ്ങാം. പക്ഷേ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ഒരു കാരണവശാലും 1, 2, 3 വാങ്ങാൻ പറ്റില്ല. 1 2 3 അങ്ങനെ പറ്റില്ല. അവിടെ ഒരു ലോട്ട് സൈസ് ഉണ്ട്. 1 ലോട്ട്, 2 ലോട്ട്, 3 ലോട്ട് എന്ന് പറഞ്ഞിട്ട് സൈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ലോട്ടിൽ ചിലപ്പം 300 ഷെയർ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ലോട്ടിൽ 100 ഷെയർ ഉണ്ടാവും. അങ്ങനത്തെ ലോട്ടുകളുമായിട്ട് മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഷെയർ, ഈ ഡെറിവേറ്റീവിന്റെ അണ്ടർലൈങ് അസറ്റ് ഷെയർ ആവാം, ക്യാഷ് ആവാം. അണ്ടർലൈങ് അസറ്റ് സപ്പോസ് ഷെയർ ആണെങ്കിൽ ഒരു ലോട്ടിൽ 100 ഷെയർ ആണെങ്കിൽ ലോട്ട് വൈസേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഷെയർ 2 ഷെയർ അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ലോട്ട് 2 ലോട്ട് പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റില്ല. ലോട്ട് സൈസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഒരു ലോട്ടിൽ 100 ഷെയർ ഉണ്ടാവും, അല്ലെങ്കിൽ ചില കേസിൽ ഒരു ലോട്ടിൽ 300 ഷെയർ ഉണ്ടാവും. എത്രയാണോ കമ്പനി ഫിക്സ് ചെയ്യുന്നത് അതുപോലെ ലോട്ടായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വൽ ഷെയർസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല. സോ ലോട്ട് സൈസ് ഓർ കോൺട്രാക്ട് സൈസ് ഇസ് ദ മിനിമം നമ്പർ ഓർ മിനിമം യൂണിറ്റ്സ് ദാറ്റ് ഹാവ് ടു ബി ബോട്ട് ഓർ സോൾഡ് അണ്ടർ എ കോൺട്രാക്ട്. അതിനെയാണ് നമ്മൾ ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പയറി ഡേ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണോ കോൺട്രാക്ട് എക്സ്പയർ ചെയ്യുന്നത് അതിനാണ് എക്സ്പയറി ഡേറ്റ്. സപ്പോസ് 30th April ആണ് എക്സ്പയർ ചെയ്യുന്നത്, അതിനാണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ലോങ് പൊസിഷൻ എന്താണ്? വി ഹാവ് ഓൾറെഡി സീൻ ഇൻ ഫോർവേഡ്. എന്താണ്? ബയറിനെയാണ് നമ്മൾ ലോങ് പൊസിഷൻ, ഒരു ബൈ ചെയ്യുന്ന കോൺട്രാക്ടിനെയാണ് നമ്മൾ ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. സെല്ല് ചെയ്യുന്ന കോൺട്രാക്ടിനെ നമ്മൾ എന്ത് പറയും? ഷോർട്ട് പൊസിഷൻ. എസ് നോർത്താ മതി. സെല്ല് ചെയ്യുന്നത് ഷോർട്ടും ബൈ ചെയ്യുന്നത് ലോങ് പൊസിഷനും. ഇങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ വിളിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു 100 ലോട്ട് ഡെറിവേറ്റീവ് വാങ്ങുന്നു, അപ്പൊ ഞാൻ അവിടെ ലോങ് പൊസിഷൻ ആണ്. സപ്പോസ് ഞാൻ ഒരു 50 ലോട്ട് സെല്ല് ചെയ്യുന്നു, അവിടെ എനിക്ക് ഷോർട്ട് പൊസിഷൻ ആണ്. സോ വി ഹാവ് സീൻ 4 ടെർമിനോളജീസ് റിലേറ്റഡ് ടു ഫ്യൂച്ചേഴ്സ്. Now we'll see the fifth and
വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് മാർജിൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഹയർ പർച്ചേസിൽ നമ്മൾ ഇനീഷ്യലി ഒരു എമൗണ്ട് പേ ചെയ്യും. അതുപോലെ തന്നെ ഇനീഷ്യലായിട്ട് നമ്മളിപ്പം സപ്പോസ് ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചോ, ഒരു അടുത്ത മാസം നമ്മൾ ഗോൾഡ് വാങ്ങുമെന്ന് പറയും. പക്ഷെ ഇനീഷ്യലി നമ്മൾ ആ കോൺട്രാക്ട് ഉറപ്പുവരുത്താൻ ഒരു എമൗണ്ട് കൊടുക്കും അല്ലെ, അതിനാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് മണി deposited by both buyers and sellers of futures to ensure performance of the terms of the contract. ആൻഡ് ഈ മാർജിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റനൻസ് മാർജിൻ ആൻഡ് അഡീഷണൽ മാർജിൻ. ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് മിനിമം എമൗണ്ട് ഓഫ് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത്. വിൽ ടേക്ക് എൻ എക്സാമ്പിൾ. Let's assume that on June 14, 2021, an individual buy a 1-month future contract on stock A with a market price of 2,500 and a contract size of 200 shares. നമ്മൾ ജൂൺ 14 ഒരു ഫ്യൂച്ചർ എടുത്തു. ആ ഫ്യൂച്ചർ എന്താണ്? ഒരു മാസത്തേക്കുള്ള ഫ്യൂച്ചർ ആണ്. അപ്പൊ അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്താവും? 14th June 2021 എടുത്തു. 1 month ആവുമ്പോൾ എന്നായിരിക്കും എക്സ്പയറി ഡേറ്റ്? 14th July 2021 ആയിരിക്കും എക്സ്പയറി ഡേറ്റ്. അത് എത്ര രൂപയുടെ ഇതാണ് കോൺട്രാക്ട് സൈസ് ഉള്ളതാണ് നമ്മൾ വാങ്ങിയത്? 2,500 രൂപയാണ് ഒരു ലോട്ടിന്റെ മാർക്കറ്റ്, ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് 200 ഷെയർ ഉണ്ട്. അപ്പൊ ആ ലോട്ടിന്റെ മൊത്തത്തിലുള്ള പ്രൈസ് എത്രയായിരിക്കും? 2,500 into 200. ഒന്നിന്റെ വില 200 രൂപ. 200 ഷെയർ ഉണ്ട്, ഒന്നിന്റെ വില 2,500. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും? 2,500 into 200. 5 lakh rupees വർത്ത് ഫ്യൂച്ചർ നമ്മൾ വാങ്ങി. അപ്പൊ അതിന്റെ ഇനീഷ്യൽ മാർജിൻ 15% ആണെന്ന് കമ്പനി പറഞ്ഞു. അപ്പൊ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? 5 lakh മൊത്തം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇവിടെ ഷെയർ ആണെങ്കിൽ നമ്മൾ ഈ 5 lakh മൊത്തം ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് ഫ്യൂച്ചേഴ്സിന്റെയും ഓപ്ഷൻസിന്റെയും ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ പ്രത്യേകത. നമ്മൾ 5 lakh മൊത്തം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ഇനീഷ്യൽ പറയുന്ന ഒരു എമൗണ്ട് മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 15% മാർജിൻ എന്ന് പറഞ്ഞാൽ 5 lakh into 15% by 100, 75,000 നമ്മൾ ബയറും സെല്ലറും ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇനീഷ്യൽ ആയിട്ട് എത്ര എമൗണ്ടോ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെയാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് മെയിൻ്റനൻസ് മാർജിൻ. മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി സെറ്റിൽ ചെയ്യും. ഡെയിലി നമ്മൾ എത്രയാണോ പ്രോഫിറ്റ്, എത്രയാണോ ലോസ് എന്ന് കണ്ടുപിടിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് ടു മാർക്കറ്റ്. അത് അടുത്ത സ്ലൈഡിൽ വരും. മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവിടെ മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ പ്രോഫിറ്റോ ലോസോ ഉണ്ടാകുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട മാർജിനാണ് മെയിൻ്റനൻസ് മാർജിൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വേണം. സ്റ്റോക്ക് മാർക്കറ്റിലെ അക്കൗണ്ടിൽ അത്രയും പൈസയെങ്കിലും വേണം. അതിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ അത്രയും പൈസ വേണം. എന്നാലേ നമുക്ക് നമ്മുടെ കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവുള്ളൂ. അതിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത്. സോ മെയിൻ്റനൻസ് മാർജിൻ യൂഷ്വലി ഈ മാർജിനെക്കാട്ടും, ഇനീഷ്യൽ മാർജിനെക്കാട്ടും കുറച്ച് പെർസെൻറ്റേജ് കുറവായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഒരു 12% ആണ് മെയിൻ്റനൻസ് മാർജിൻ എന്ന് വിളിക്കുക. സോ ഇവിടെ എന്താണ്? ഇവിടെ ബയർ ഈ 5 ലക്ഷം രൂപയുടെ 12% നമ്മുടെ അക്കൗണ്ടിൽ വേണം. സോ 5 lakh into 12 by 100, ഒരു 60,000 എങ്കിലും നമ്മുടെ അറ്റ്ലീസ്റ്റ് അക്കൗണ്ടിൽ വേണം ആ കോൺട്രാക്ട് നടക്കുമ്പോൾ. ഈ കോൺട്രാക്ട് എത്ര കാലത്തേക്കാണ്? ഒരു മാസത്തേക്കുള്ള കോൺട്രാക്ട് ആണ്. അപ്പൊ ഒരു മാസം മൊത്തം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ അക്കൗണ്ടിൽ 60,000 രൂപ അവിടെ ഇങ്ങനെ നമുക്കൊന്നും ചെയ്യണ്ട, 60,000 രൂപ അവിടെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പെർമിഷൻ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് തന്നെ അത് വിഡ്രോ ചെയ്യും. സോ പ്രോജക്റ്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വേണ്ട മിനിമം ബാലൻസിനെയാണ് എന്ത് പറയുന്നത്? മെയിൻ്റനൻസ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ 75,000 rupees നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഈ 60,000 rupees ആയ മെയിൻ്റനൻസ് മാർജിൻ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായാൽ മാത്രം മതി. ആൻഡ് അഡീഷണൽ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വൊളാറ്റിലിറ്റി പറഞ്ഞാൽ ചേഞ്ച്, സഡൻ ചേഞ്ചിനനുസരിച്ച് നമ്മുടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വേണ്ട പൈസയാണ് അഡീഷണൽ മാർജിൻ. അത് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ അടുത്ത് പറയും. സോ ഈ മാർജിൻ ഒക്കെ എന്തിന്റെ ബേസിലാണ് ഫിക്സ് ചെയ്യുന്നത്? വൊളാറ്റിലിറ്റി പറഞ്ഞാൽ ചേഞ്ച് ആണ്. ചിലപ്പോൾ ഇന്ന് രാവിലെ ഒരു ഷെയറിന്റെ പൈസ 100 രൂപയാണെങ്കിൽ പെട്ടെന്ന് അത് കുറഞ്ഞിട്ട് 50 രൂപയോ 20 രൂപയോ മറ്റോ ആവാം. അപ്പൊ ആ ചേഞ്ചിനെയാണ് വൊളാറ്റിലിറ്റി. വൊളാറ്റിലിറ്റിക്ക് അനുസരിച്ചാണ് മാർജിന്റെ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യുന്നത്. ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ റീവൈൻഡ് അടിച്ച് കേൾക്കണം.
കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോർഷനാണ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ടെർമിനോളജീസ് ആണ്. ഞാൻ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് സിമ്പിൾ ആക്കിയിട്ട് പറയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം ഒന്ന് എന്താ ചെയ്യുക, ഒന്ന് റീപ്ലേ ചെയ്തിട്ട് കേൾക്കുക. സോ ദിസ് ഇസ് റിഗാർഡിങ് മാർജിൻ. മാർജിൻ എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇനീഷ്യലി പേ ചെയ്യുന്ന എമൗണ്ട് ആണ് മാർജിൻ എന്ന് പറയുന്നത്. 3 ടൈപ്സ് ഉണ്ട്: ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റനൻസ് മാർജിൻ ആൻഡ് അഡീഷണൽ മാർജിൻ. ഈ മാർജിനും ഫ്യൂച്ചറും ഒക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബിൽ വിത്ത് ലൈവ് എക്സാമ്പിൾസ് വീഡിയോസ് ഉണ്ടാവും. അവർ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ മലയാളത്തിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചേഴ്സിന്റെയും ഓപ്ഷൻസിന്റെയും ഒക്കെ വീഡിയോസ് ഉണ്ടാവും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ലൈവ് എക്സാമ്പിൾ കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഓറൽസ് ഇനിയും കേട്ടിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. സോ നെക്സ്റ്റ് ടെർമിനോളജിയാണ് ട്രേഡിംഗ് സൈക്കിൾ അല്ലെങ്കിൽ കോൺട്രാക്ട് സൈക്കിൾ. ഇത് എളുപ്പമുള്ളൊരു ടെർമിനോളജിയാണ്. ട്രേഡിംഗ് സൈക്കിൾ അല്ലെങ്കിൽ കോൺട്രാക്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ, എത്ര കാലത്തേക്കാണോ കോൺട്രാക്ട് എൻ്റർ ചെയ്ത് ആ പീരീഡിന്, ടൈം പീരീഡിനെയാണ് ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 3 ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണുള്ളത്: നിയർ മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്. നിയർ മന്ത് പറഞ്ഞാൽ 1 മന്ത് എക്സ്പയറി. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജൂൺ 14 കോൺട്രാക്ട് എൻ്റർ ചെയ്തു, എക്സ്പയറി എന്നായിരിക്കും ജൂലൈ 14. അതാണ് നിയർ മന്ത്. നെക്സ്റ്റ് മന്ത് പറഞ്ഞാൽ 2 മന്ത് എക്സ്പയറി. ഇവിടെ ജൂൺ 14 എൻ്റർ ചെയ്ത ജൂലൈ ഓഗസ്റ്റ് 14 ആയിരിക്കും നെക്സ്റ്റ് മന്ത് ആണെങ്കിൽ. ഫാർ മന്ത് എന്ന് പറഞ്ഞാൽ 3 മന്ത് എക്സ്പയറി. 3 മന്ത് ആണ് കേട്ടോ ഇന്ത്യയിലെ മാക്സിമം ടൈം പീരീഡ്. 3 മന്ത് ആണ് ഫ്യൂച്ചറിന്റെ കേസിൽ. അപ്പൊ ഇവിടെ നമ്മൾ ജൂണിൽ എൻ്റർ ചെയ്താൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 14 ആയിരിക്കും ഇവിടെ ഫാർ മന്ത് അനുസരിച്ച് എക്സ്പയർ. ഇറ്റ്സ് വെരി സിമ്പിൾ. ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഫോർ വിച്ച് വി ഹാവ് എൻറ്റേർഡ് ദ കോൺട്രാക്ട്. നെക്സ്റ്റ് ടെർമിനോളജി ഈസ് മാർക്കറ്റ് ടു മാർക്കറ്റ്. മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മൾ ഒരു ഫ്യൂച്ചർ വാങ്ങിയാൽ, നമ്മൾ ജൂൺ 14 ഒരു ഫ്യൂച്ചർ വാങ്ങി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സെൽ ചെയ്തു, വിറ്റു. അപ്പൊ നമുക്ക് അടുത്ത ദിവസങ്ങൾ ജൂലൈ 14 മീൻസ് ജൂൺ 15, ജൂൺ 16, ഓരോ ദിവസവും നമ്മുടെ അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, നമ്മുടെ ലോസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ട് കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. സപ്പോസ് നമ്മൾ ഒരു ഫ്യൂച്ചർ വാങ്ങി. എന്ന് വാങ്ങി? ജൂലൈ 6, 2020 ഒരു ഫ്യൂച്ചർ വാങ്ങി. എത്ര രൂപയുടെ ഫ്യൂച്ചർ ആണ്? 2500ന്റെ 2500ന് 200 ഷെയർ. ഓരോ ഷെയറിന്റെ വിലയും 2500 ആണ്. അപ്പൊ ടോട്ടൽ നമ്മൾ ഇത്ര 2500 into 200, 5 ലാഖിന്റെ ഷെയർ വാങ്ങി. ആൻഡ് ഇനീഷ്യൽ മാർജിൻ 15% ആയിരുന്നു. അപ്പൊ എത്രയായിരിക്കും? 2500 into 200, 5 lakh. 5 ലാഖിന്റെ 15%, 75,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് ജൂലൈ 7 തൊട്ടടുത്ത ദിവസം ഈ 2500 വാല്യൂ ഉള്ള ഷെയറിന്റെ പ്രൈസ് കൂടി എത്രയായി? 2530, 30 രൂപ കൂടി. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 200 ഷെയർ, ഒരു ലോട്ടിൽ 200 ഷെയർ ഉണ്ട്, 30 രൂപ കൂടി. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 30 into 200, 6000 രൂപ അന്ന് നമുക്ക് ഗെയിൻ ചെയ്തു. അപ്പൊ നമ്മുടെ അക്കൗണ്ട് നോക്കുമ്പോൾ ജൂലൈ 7 നമ്മുടെ അക്കൗണ്ട് നോക്കുമ്പോൾ +6000 എന്ന് പറഞ്ഞ് കാണിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് ടു മാർക്കറ്റ്. ഡെയിലി നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടെർമിനോളജീസ് റിലേറ്റഡ് ടു ഫ്യൂച്ചേഴ്സ്. ഒരുപാട് ടെർമിനോളജി ഉണ്ട്. മെയിൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലോട്ട് സൈസ്, എക്സ്പയറി, ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ. മാർജിന്റെ കാര്യം ഒന്നുകൂടെ മനസ്സിരുത്തി കേൾക്കുക, വായിക്കുക. ട്രേഡിംഗ് സൈക്കിൾ എളുപ്പമാണ്, എളുപ്പമുള്ള ടേമാണ്. ആൻഡ് മാർക്കറ്റ് ടു മാർക്കറ്റ്. പെട്ടെന്ന് നമുക്ക് ഫ്യൂച്ചേഴ്സിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ്സിന്റെ മേജർ ഡിസഡ്വാൻറ്റേജ് ആണ് ഫ്യൂച്ചേഴ്സിന്റെ അഡ്വാൻറ്റേജ് ആയി വരുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വാങ്ങി വിൽക്കാം. അത് റെഗുലറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ, സ്റ്റാൻഡർഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആണ്. ആൻഡ് നമുക്ക് ആക്റ്റീവായിട്ട് ട്രേഡിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ പ്രൈസ് ഡിസ്കവർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡെയിലി മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെന്റ് ഉണ്ട്. ആൻഡ് കൗണ്ടർ പാർട്ടി റിസ്ക് കുറവായിരിക്കും, കാരണം അത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ആൻഡ് ലിവറേജ് കിട്ടും. ലിവറേജ് കിട്ടും പറഞ്ഞാൽ നമുക്ക്, ലിവറേജ് എന്ന് പറഞ്ഞാൽ ലോണാണ്. നമുക്കിപ്പം ഇവിടെ തന്നെ കണ്ടോ ലിവറേജ് കിട്ടും പറഞ്ഞാൽ, ഇവിടെ ഈ കോൺട്രാക്ടിന്റെ പൈസ 5 lakh ആണ്. പക്ഷെ നമ്മൾ 75,000 rupees ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ 5 lakh rupees മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട,
75,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്താൽ 5 ലാക്ക് റുപ്പീസിന്റെ ട്രേഡ് നമുക്ക് നടത്താൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് ലിവറേജ്. അത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ പറ്റില്ല. ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ഷെയർ മാർക്കറ്റിൽ ലിവറേജ് കിട്ടും. ഇൻട്രാഡേ ട്രേഡിംഗ്, അന്ന് വാങ്ങി അന്ന് വിൽക്കുന്ന സമയത്ത് ലിവറേജ് കിട്ടും. പക്ഷെ ഫ്യൂച്ചർ മാർക്കറ്റില്, ഡെറിവേറ്റീവ് മാർക്കറ്റിലാണ് കൂടുതൽ ലിവറേജ് കിട്ടുക. ലിവറേജ് എന്ന് പറഞ്ഞാൽ ലോൺ പോലത്തെ എക്സ്ട്രാ എമൗണ്ട്. ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ് സ്റ്റാൻഡർഡൈസേഷന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇവിടെ ഉണ്ട്. മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ പൈസ വേണ്ടി വരും. പിന്നെ ഓവറായിട്ട് ഒരാൾ ലോൺ നമുക്ക് തരുമ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ലോസിന്റെ കാര്യം ഇവിടെ കൂടുതലാണ്. പ്രോഫിറ്റിന്റെ ചാൻസും കൂടുതലാണ്, ലോസിന്റെ ചാൻസ് ഇവിടെ കൂടുതലാണ്. ആൻഡ് ഡെയിലി മാർജിൻ റിക്വയർമെന്റ്സ് ഇവിടെ ഉണ്ട്. അതായത് അഡീഷണൽ ആയിട്ട് പൈസ വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് ഉണ്ടായിരിക്കണം. അപ്പം നന്നായിട്ട് ഫ്യൂച്ചർ ശ്രദ്ധയോടുകൂടെ ചെയ്താൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല ലാഭം കിട്ടും. നേരെ മറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മൾ തെറ്റിപ്പോയാൽ വി നീഡ് ടു ബെയർ ലോസസ്. ഓക്കെ, അപ്പൊ ഷെയർ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പ്രോഫിറ്റ് കിട്ടാനും ചാൻസ് കൂടുതലാണ്, അറിയാത്ത ആൾക്കാർക്ക് ലോസ് സംഭവിക്കാനും ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ യൂഷ്വലി പറയും, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും അതുപോലെ ഡെറിവേറ്റീവ്സിലും ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാന്ന് പറയും. പക്ഷെ ഒന്ന് പാളിപ്പോയാൽ അവിടെ അതിനനുസരിച്ച് ലോസും ഉണ്ടാവും. So we'll see the difference between forwards and futures. Two types of derivatives നമ്മൾ പഠിച്ചു, forwards and futures. Main difference എന്താണ്? Forwards are over the counter contract. അത് സ്റ്റാൻഡർഡൈസ്ഡ് അല്ല, നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഫ്യൂച്ചേഴ്സ് എന്താണ്? They are traded in stock exchange. അതുകൊണ്ട് തന്നെ they are standardized. ഇവിടെ സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഫോർവേഡ്സ് ട്രാൻസ്പെറൻസി കുറവാണ്. ഇവിടെ നല്ല ട്രാൻസ്പെറൻസി ഉണ്ട്. പിന്നെ അയ്യോ വെരി സോറി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഞാൻ എനിക്കത് സ്ലൈഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ റെഡിയാക്കാം. ദേ ആർ മോർ ലിക്വിഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഫ്യൂച്ചേഴ്സ് ആർ മോർ ലിക്വിഡ്, പക്ഷെ ഫോർവേഡ്സ് ആർ ലെസ് ലിക്വിഡ്. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ ഫോർവേഡ്സ് നമുക്ക് ഒരു പോയിന്റ് ഓഫ് ഡെലിവറി ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കോൺട്രാക്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് ട്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും. കോൺട്രാക്ടിന്റെ ഡേറ്റ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ കോൺട്രാക്ടിന്റെ ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ഒരു പോയിന്റ് ഓഫ് ഡെലിവറിയേ ഉള്ളൂ. ഇവിടെ റെഗുലേറ്റഡ് അല്ല, ഇവിടെ റെഗുലേറ്റഡ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്ടിയോട് മാത്രമേ നമുക്ക് സെല് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ളതുകൊണ്ട് എത്ര പേരോട് വേണമെങ്കിലും ബൈ ചെയ്യും സെല് ചെയ്യും ചെയ്യാം. ഇവിടെ ക്രെഡിറ്റ് റിസ്ക് എക്സിസ്റ്റ്, ഇവിടെ ക്രെഡിറ്റ് റിസ്ക് ഇല്ല. ക്രെഡിറ്റ് റിസ്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല, അതാണ് ക്രെഡിറ്റ് റിസ്ക് പറയുന്നത്. ഇവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. കോൺട്രാക്ട് എപ്പോൾ വേണമെങ്കിലും പാളിപ്പോവാം, സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെ കോൺട്രാക്ട് പാളിപ്പോവാൻ ചാൻസ് കുറവാണ്. സോ ഇന്നത്തെ ഈ ഒരു പാർട്ട് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ടാണ്. പക്ക ഫിനാൻഷ്യൽ ടെർമിനോളജീസ് ആണ്. മനസ്സിലാവാത്തവർ 1-2 വട്ടം ഇത് കേൾക്കുക. വി ഹാവ് സീൻ വാട്ട് ആർ ഫ്യൂച്ചേഴ്സ്, ഫ്യൂച്ചർ ടെർമിനോളജീസ് പഠിച്ചിട്ടുണ്ട്. ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂച്ചേഴ്സ്, ഓൾസോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഡിഫറൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫ്യൂച്ചേഴ്സിനൊക്കെ എന്താ അതിന് ബേസിക് ആയിട്ടുള്ള മീനിങ്ങും ഒക്കെ പഠിച്ച് വെക്കുക. ആൻഡ് ഇൻ നെക്സ്റ്റ് പാർട്ട് we'll see what are options. Thank you.